ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സിയാസ് ഗാലറിയിലെ മറ്റൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊണ്ടുപോകുന്നത് യു കെയിലെ പഴശ്ശിരാജയുടെ സത്രത്തിലേക്കാണ്. ഞാനൊരു തമാശ പറഞ്ഞാണ്. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങളിത് കണ്ടു പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്നെ കുറ്റം പറയില്ല. എൻ്റെ വീട്ടിൽ നിന്നും ഏറെക്കുറെ 10 മിനിറ്റ് ഡിസ്റ്റൻസ് മാത്രമേ ഈ ലൊക്കേഷനിലോട്ടുള്ളൂ. ഇതൊരു ഹിഡൻ സ്പോട്ട് ആയതുകൊണ്ട് തന്നെ പ്രകൃതിയോട് വളരെ ക്ലോസ് ആയിട്ടാണ് ഇത് സ്റ്റേ ചെയ്യുന്നത്. വൈൽഡ് വുഡ് ഡെവോൺ എന്നാണ് ഈ ലൊക്കേഷൻ അവർ നെയിമിങ് കൊടുത്തിരിക്കുന്നത്. അഡൾട്ടിന് 20 പൗണ്ടും കിഡ്സിന് ഇവർ 15 പൗണ്ടുമാണ് ചാർജ് ചെയ്യണത്. ടിക്കറ്റ് എടുത്ത് കയറിയപ്പോൾ തന്നെ ഈ പുള്ളിക്കാരെ ഞങ്ങൾ വെൽക്കം ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഐശ്വര്യമുള്ള ആൾക്കാർ കയറിയ പാടെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, അവൻ ചിറക് ഉയർത്തി വിടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. 10 മിനിറ്റ് ഡിസ്റ്റൻസ് അപ്പാർട്ടിലാണെങ്കിലും ഞാനിത് ആദ്യമായിട്ടാണ് ഈ ലൊക്കേഷനിലോട്ട് വന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. എന്ന് വരും, നമുക്കിനി പഴശ്ശി സത്രത്തിലോട്ട് പോവാം. ഇതൊന്ന് നോക്കിയിട്ട് അറിയൂ ഞാൻ എവിടെ പറഞ്ഞതിലാ തെറ്റെന്ന്. ഇത് നമ്മുടെ പഴശ്ശിരാജ മൂവിയിലെ യുദ്ധത്തിന് മുമ്പ് താമസിച്ച സത്രം പോലെയില്ലേ. സീ, ലുക്ക് അറ്റ് ദിസ്. ഞാൻ എങ്ങനെയാണ് ഈ കേരളം മിസ് ചെയ്യുക? ഇൻ കേസ് ഞാൻ കേരളത്തിൽ വന്നാൽ പോലും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ ഷോർട്ട് പീരീഡിലായിരിക്കും നാട്ടിലോട്ടൊക്കെ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതി ഒന്ന് നോക്കിക്കേ. അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വേസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മലിനങ്ങളോ കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? സോ സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ പൊല്യൂട്ടഡ് ആക്കാനോ പൊല്യൂട്ട് ആകാനോ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനുള്ള പിഴ അവർ കൊടുക്കേണ്ടി വരും. 3-4 ഹട്ടുകളാണ് എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. ബട്ട് നമുക്കതങ്ങനെ വിസിബിൾ അല്ല. ബിക്കോസ് ഉള്ളിൽ അങ്ങനെ നല്ല ഡാർക്ക് ആയതുകൊണ്ട് നമുക്കധികം ഒന്നും കാണാൻ പറ്റില്ല. ആ ഹട്ടിൽ താമസിച്ച ആൾക്കാരുടെ മുൻകാലത്ത് യൂസ് ചെയ്തിരുന്ന എല്ലാ തിങ്സും അവർ അതേപോലെ തന്നെ അത് കീപ്പ് ചെയ്യണ്ടേ. അടുത്തത് ഒരു ക്യാമ്പ് ഫയർ സോൺ ആക്ടിവിറ്റിയാണ്. അതായത് ഇവിടെ ഈ ഒരു സോണിലോട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേകം ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. അവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്, അതിന് ചുറ്റും കുറേ പിള്ളേർ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കുമായിട്ട് ഒരു സ്റ്റിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റിക്കിൻ്റെ ടോപ്പിലായിട്ട് ഇവർ ഓരോ മാഷ്മെല്ലോ കൊടുക്കും. അപ്പോൾ ഈ ക്യാമ്പ് ഫയറിലോട്ട് കാണിച്ച് അവരത് ഹോട്ടാക്കിയിട്ട് ഇവരിനെ കൊണ്ടുവന്ന് അത് കഴിപ്പിക്കും. ഫയറിൻ്റെ മേലെ ഹോൾഡ് ചെയ്യണം കുറേ നേരം. എന്നിട്ട് അവർ വേണം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് 20 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിന്നാൻ പറ്റും. പക്ഷെ നീ അത് ആ മട്ടിൽ തട്ടിക്കരുത്. പിന്നെ അടുത്തതായിട്ട് വേറൊരു കിഡ് സ്റ്റേഷനിൽ ഇതേപോലെ ഒരു സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു. അതിന് ചുറ്റുപറ്റിയിട്ട് തന്നെ ഒരു സ്ലൈഡിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്കിത് മെയിനായിട്ട് തോന്നിയത്. നമ്മൾ മെയിനായിട്ടുള്ള സ്ഥലത്തിലോട്ട് ഇനിയും എത്തിയിട്ടില്ല. ഇവരുടെ ഈ ഒരു ആക്ടിവിറ്റി തുടക്കത്തിൽ തന്നെ വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കിനും കുറച്ച് ടൈം എടുക്കുന്ന രീതിയിലാണ് ഇവരിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ഫോറസ്റ്റ് സെക്ഷനിലോട്ടാണ് പോണത്. ഇതൊന്ന് നോക്കിക്കേ, എന്ത് രസമല്ലേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈനും ഇത് കണ്ട പാടെ ട്രീസൊക്കെ ക്ലൈംബ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈനുവിൻ്റെ ക്ലൈംബിങ് കണ്ടിട്ട് വേറെയും 2-3 കുട്ടികൾ വന്നിട്ട് അവൻ്റെ ഒപ്പം കളിക്കാനായിട്ട് കൂടുന്നുണ്ടായിരുന്നു. നമ്മൾ സ്പോട്ട് ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ സെർച്ചിൽ ജസ്റ്റ് ഒന്ന് ലൊക്കേഷനെ പറ്റി ഒരു ഐഡിയ എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേജിൽ ഒരു സൂവിൻ്റെ ഒരു സ്ട്രക്ചർ കാണുന്നുണ്ടായിരുന്നു. അതായത് കുറേ ആനിമൽസ് അവിടെ ഉള്ളതായിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് അധികം ഒന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് ഫോക്സും പിന്നെ പീക്കോക്ക്, കുറച്ച് സ്ക്വിറൽസ്, അങ്ങനെയുള്ള അവിടങ്ങളിലായിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊന്ന് മൈൻഡ് റിലാക്സ്ഡ് ആവണമെന്നുള്ള രീതിയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്പോട്ടായിട്ടുള്ള രീതിയിൽ തന്നെ പറയാം. സോ നമുക്കിനി മറ്റൊരു വ്ളോഗിൽ കാണാം. അണ്ടിൽ നൗ സിയ ജാസിം, ബൈ.